സിന്ദാബാദ് 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 മദ്യവിമോചനം സിന്ദാബാദ് KCBC സിന്ദാബാദ് ബ്രൂവറി വേണ്ട ഡിസ്റ്റിലറി വേണ്ട നാട്ടിൽ മദ്യം വേണ്ടേ വേണ്ട എവിടെ നിങ്ങളുടെ പ്രകടന പത്രിക കടകവിരുദ്ധ മദ്യനയം പിൻവലിക്കൂ പിൻവലിക്കൂ ജനദ്രോഹ നയം പിൻവലിക്കൂ മദ്യപ്പുഴകൾ 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 കേരളമാകെ മദ്യപ്പുഴകൾ മദ്യക്കടലുകൾ തീർക്കാനായി സർക്കാർ വെമ്പൽ കൂട്ടുന്നു മദ്യപ്പുഴകൾ മദ്യപ്പുഴകൾ കേരളമാകെ മദ്യപ്പുഴകൾ മദ്യക്കടലുകൾ തീർക്കാനായി സർക്കാർ വെമ്പൽ കൂട്ടുന്നു വികസനത്തിന് വിഘാതമാകും മദ്യം കൊണ്ടൊരു ലോകം വേണ്ട സിന്ദാബാദ് സിന്ദാബാദ് മദ്യവിമോചന സിന്ദാബാദ് കുടിലിൽ നിന്നും നാട് തകർക്കും രോദന ശബ്ദം കേട്ടില്ലേ പട്ടാപ്പകലും രാത്രിയുമെല്ലാം മദ്യം കൊണ്ടൊരു നായാട്ട് നമ്മുടെ സോദരി വിങ്ങുന്നു കേരള സോദരി കേഴുന്നു സ്ത്രീത്വത്തിന്റെ ഭാവം വാഴാൻ മദ്യം വേണ്ടേ വേണ്ട വേണ്ട പള്ളിക്കൂടം കുട്ടികളെല്ലാം ലഹരികൾ കൊണ്ട് മയങ്ങുന്നു നിറവും മണവും കൂട്ടിക്കാട്ടി കുട്ടിയെ വെട്ടിൽ വീഴ്ത്തുന്നു ഭാരത മണ്ണിൽ നല്ലൊരു ഭാവി മദ്യനയം പിൻവലിക്കൂ പിൻവലിക്കൂ ജനദ്രോഹ നയം പിൻവലിക്കൂ ഗാന്ധിജി അരുതം നോദിയ മദ്യം ഗാന്ധിജി അരുതം നോദിയ മദ്യം ഭരണഘടന വിലക്കിയ മദ്യം അത് വിറ്റാണോ പണമുണ്ടാക്കി നാട് ഭരിപ്പത് സർക്കാരെ നാട് മുഴുവൻ സർക്കാരെ ബ്രൂവറി വേണ്ട ഡിസ്റ്റിലറി വേണ്ട നാട്ടിൽ മദ്യം വേണ്ടേ വേണ്ട എവിടെ നിങ്ങളുടെ പ്രകടന പത്രിക കടകവിരുദ്ധം മദ്യനയം ജാഥ നടത്താൻ വിദേശ മദ്യം പാർട്ടി വളർത്താൻ വിദേശ മദ്യം പാർട്ടി വളർത്താൻ വിദേശ മദ്യം അണികളെ നിർത്താൻ വിദേശ മദ്യം അണികളെ വീഴ്ത്താൻ വിദേശ മദ്യം മദ്യത്തിൻ മണമില്ലാതെ കേരള നാട്ടിൻ ഇടമുണ്ട് ലക്ഷം ലക്ഷം ഭവനങ്ങൾ മദ്യം മൂലം മുടിയുമ്പോൾ മദ്യം വിറ്റ് ഭരിക്കും ലക്ഷം ലക്ഷം ഭവനങ്ങൾ മദ്യം മൂലം മുടിയുമ്പോൾ മദ്യം വിറ്റ് ഭരിക്കും സർക്കാർ കടകവിരുദ്ധം മദ്യനയം പിൻവലിക്കൂ പിൻവലിക്കൂ ജനദ്രോഹ നയം പിൻവലിക്കൂ വിദ്യക്കെന്നും പുകളേറും കേരളമയോ തകരുന്നേ വിദ്യക്കെന്നും പുകളേറും കേരളമയോ തകരുന്നേ കേരള മാതൃക ചൊല്ലുമ്പോൾ മദ്യം നമ്മുടെ മാതൃകയോ അയ്യോ മാതൃക ചൊല്ലാൻ നാണം ബ്രൂവറി വേണ്ട ഡിസ്റ്റിലറി വേണ്ട നാട്ടിൽ മദ്യം വേണ്ടേ വേണ്ട വിരുദ്ധം മദ്യനയം പിൻവലിക്കൂ പിൻവലിക്കൂ ജനദ്രോഹ നയം പിൻവലിക്കൂ വോട്ട് പിടിക്കാൻ വിദേശ മദ്യം ജാഥ നടത്താൻ വിദേശ മദ്യം പാർട്ടി വളർത്താൻ വിദേശ മദ്യം KCBC മന്ദിര സമിതിയുടെ പ്രിയങ്കരനായ സംസ്ഥാന ചെയർമാൻ ബിഷപ്പ് യുഹാനാൻ മാർ തെയോഡേഷ്യസ് പിതാവ് എത്തിച്ചേർന്നു കഴിഞ്ഞ് അദ്ദേഹം വരുന്നതോടുകൂടി നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്.
കേരള മധ്യവർത്തി ഏകോപന സമിതിയുടെ സമരാധനായ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പി കെ ഷംസി സാർ വേദിയിലുണ്ട്. ACBCയുടെ മധ്യവർത്തി സമിതിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ പ്രസാദ് പിള്ള ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തത്തിൻ്റെ ഓർമുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ പാലക്കാട് ജില്ല ജലദൗർലഭ്യം മൂലം വീർപ്പുമുട്ടുന്നൊരു ജില്ലയാണ്. ആ പ്രദേശത്ത് വീണ്ടും മദ്യശാല കടന്നു വരുമ്പോൾ ഇത് ഈ കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങളെയും മദ്യം കുടിപ്പിച്ച് ഇനി ആരെങ്കിലും കുടിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവരെ കൂടി ഒരു മദ്യപാന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന വലിയ ദുരന്തമാണ് ഈ രാജ്യത്ത് നടക്കാൻ പോകുന്നത്. നമ്മളെ സംബന്ധിച്ചറിയാം, ഈ ഗവൺമെൻറ് 2016 അധികാരത്തിൽ വരും മുമ്പ് പ്രഖ്യാപിച്ച നയപ്രഖ്യാപനമുണ്ട്. ആ നയപ്രഖ്യാപനത്തിൽ പുതിയ മദ്യശാലകൾ തുറക്കുമെന്ന് ചോദിക്കുമ്പോൾ തുറക്കില്ലെന്ന് പറഞ്ഞു. ഒരു തുള്ളി മദ്യം പോലും അധികം കൊടുക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ഗവൺമെൻറ് വന്ന ശേഷം നടപ്പാക്കിയ എല്ലാ നിലപാടുകളും നടപടികളും ജനങ്ങളെ മദ്യത്തിൽ മുക്കി കൊല്ലാൻ പര്യാപ്തമായ നയങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നയങ്ങളെ നമുക്ക് തിരുത്തിക്കേണ്ടതായിട്ടുണ്ട്. മുമ്പും ബോറി ഡിസ്റ്റിലറിയൊക്കെ ആരംഭിക്കാനുള്ള നീക്കം നടന്നപ്പോൾ ജനങ്ങൾ ഒന്നടക്കം ഇറങ്ങി പുറപ്പെട്ടപ്പോഴാണ് നമുക്കത് തടയാനായിട്ട് സാധിച്ചത്. ഇപ്പോഴും പ്രതിപക്ഷ കക്ഷികളൊക്കെ ഒറ്റക്കെട്ടായി ഈ നീക്കത്തിനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത് മദ്യവിരുദ്ധ പ്രശ്നം മാത്രമല്ല, കേരളത്തെ ജനത്തെ ബാധിക്കുന്ന ജലദൗർലഭ്യത്തിൻ്റെ ജലമൂറ്റലിൻ്റെ ഒക്കെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമ്പോഴേ ACBC മധ്യവർത്തി സമിതിയുടെ പാലക്കാട് അതിരൂപത നേതൃത്വമൊക്കെ ഇന്നലെ കമ്മിറ്റി ചേർന്ന് സമരപരിപാടികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു. അപ്പോൾ തുടർന്നങ്ങോട്ട് അതിശക്തമായ പരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഗാന്ധി ഭവനിൽ, ഗാന്ധി സ്ക്വയറിൽ കേരള മധ്യവർത്തി ഏകോപന സമിതി ACBC മധ്യവർത്തി സമിതി സംയുക്തമായി ഈ സമരജ്വാല നമ്മൾ തെളിക്കുന്നത്. ഇതാ വന്നാൽ ഉടനെ തന്നെ നമ്മൾ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. പ്രോഗ്രാമിന് ACBC മധ്യവർത്തി സമിതിയുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ശ്രീ പ്രസാദ് പിള്ള സ്വാഗതാശംസിക്കും. അഭിവന്ദ യുഹനാൻമാർ ദേവദേശിസ് പിതാവ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജസ്റ്റിസ് പി കെ ഷംസി സാർ വേദിയിലുണ്ട്. സാറ് നമ്മളോട് അധ്യക്ഷ പ്രസംഗം നടത്തും. തുടർന്ന് ACBCയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ CX ബോണി, ശ്രീ കുരുള മാത്യൂസ്, ശ്രീ ജെയിംസ് കോറബേൽ, ബഹുമാനപ്പെട്ട ഷെറിൻ ജമായത്തച്ഛൻ, ശ്രീ TM വർഗീസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വേദിയിലുണ്ട്. അവരെല്ലാം നമ്മളോട് ഈ വിഷയത്തിൻ്റെ വിവിധ വശങ്ങൾ നമ്മളോട് ബോധ്യപ്പെടുത്തും. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, പാലക്കാട്ടെ ബ്രൂവറി ഡിസ്റ്റിലറി അനുമതിക്കെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ACBC മധ്യവർത്തി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെയും ഒപ്പം കേരള മധ്യവർത്തി ഏകോപന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന സമരജ്വാല എന്ന് പറയുന്ന പ്രതിഷേധ സമര പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ തുടക്കം കുറിക്കുന്നത്. മദ്യം കേരളത്തിൽ ഗുരുതരമായ സാമൂഹ്യ വിപത്തായി മാറിയിട്ടുണ്ട്. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കാൻ സഹായകരമായ നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുക. മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമായ ഒരു നയമായിരിക്കും ഇടതുപക്ഷ മുന്നണി സ്വീകരിക്കുക. അന്നു മുതൽ ഇന്ന് വരെ പ്രകടന പത്രികയ്ക്ക് ഘടകവിരുദ്ധമായ നയം സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിൽ ആകെ 29 ബാറുകൾ മാത്രമാണെന്നുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ബാറുകളുടെ കണക്ക് എന്ന് പറയുന്നത് 1000-ലധികമായി മാറിയിരിക്കുന്നു. ഓരോ ദിവസവും കേരളത്തിന്റെ മുക്കിലും മൂലയിലും ബാറുകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വിവരാവകാശം വെച്ച് ചോദിച്ചാൽ പോലും അവർക്ക് എക്സൈസ് കമ്മീഷണറേറ്റിൽ നിന്ന് കൃത്യമായ കണക്ക് തരാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നാട്ടിലുടനീളം മദ്യശാലകൾ അനുവദിച്ച് അവസാനം നമ്മുടെ പ്രദേശത്തെ മദ്യത്തിൽ മുക്കി മനുഷ്യന്റെ മാനസിക ആരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെയും കാറ്റിൽ പറത്തുവാൻ, ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുവാൻ തക്കവിധം വീണ്ടും ഇതാ
നയം രൂപീകരിച്ചിരിക്കുന്നു, അനുമതി കൊടുത്തിരിക്കുന്നു മദ്യനിർമ്മാണ കമ്പനിക്ക് തന്നെ, സ്വകാര്യ മദ്യനിർമ്മാണ കമ്പനിക്ക്. KCBC മദ്യസമിതിയും അതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ അഭ്യന്തരനായ നമ്മുടെ ചെയർമാൻ ഇവിടെ സംസാരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതൊരു തുടക്കം മാത്രമാണ്. നമ്മുടെ സമരജ്വാല തെളിച്ച് ഈ നയത്തിനെതിരെ, ഈ സർക്കാരിന്റെ ജനദ്രോഹപരമായ നയത്തിനെതിരെ നമ്മൾ മുന്നോട്ട് പോകും. നമ്മൾ കേട്ടു പാലക്കാട്ട് അവിടുത്തെ ഈ ബ്രൂവറിയും ഡിസ്റ്റിലറിയും അനുവദിക്കുന്ന ആ പ്രദേശത്തെ പഞ്ചായത്ത് ഈ കാര്യം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശക്തമായ ജന മുന്നേറ്റം പാലക്കാടും കേരളത്തിൽ അങ്ങോട്ടും ഉണ്ടാവുന്നതായി സംശയമില്ല. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല, അവിടെ പ്രാസംഗികരൊക്കെ ഒട്ടനവധിയുണ്ട്. നമ്മുടെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ജസ്റ്റിസ് PK ഷംസുൽ സാറാണ്. മദ്യവിരുദ്ധ ഏകോപന സമിതി എന്ന് പറഞ്ഞാൽ മദ്യനിരോധന സമിതി, KCBC മദ്യവിരുദ്ധ സമിതി, മറ്റ് മദ്യനിരോധന പ്രസ്ഥാനങ്ങളൊക്കെ, ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളൊക്കെ ഉള്ള ഏകോപന സമിതിയാണ്. ആ ഏകോപന സമിതിയുടെ ചെയർമാനാണ് ബഹുമാനായ റിട്ടയർഡ് ജസ്റ്റിസ് PK ഷംസുൽ സാർ. അദ്ദേഹം കാലങ്ങളായി നമ്മളോടൊപ്പം ഉണ്ട്, എല്ലാ മദ്യവിരുദ്ധ വേദികളിലുമുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അഭിമതനായ കേരള കത്തോലിക്ക സഭയുടെ മദ്യവിരുദ്ധ കമ്മീഷൻ, ആ മദ്യവിരുദ്ധ കമ്മീഷന്റെ മദ്യം എന്നത് ഏറ്റവും വലിയ സാമൂഹിക വിപത്താണെന്നുള്ള ബോധ്യത്തോടെ കേരള കത്തോലിക്ക സഭ 1998 രൂപം കൊടുത്ത മദ്യവിരുദ്ധ കമ്മീഷൻ, മദ്യവിരുദ്ധ സമിതിയും, ഈ മദ്യവിരുദ്ധ കമ്മീഷനെയും മദ്യവിരുദ്ധ സമിതിയുടെയും ചെയർമാൻ കൂടിയായ, KCBC മദ്യവിരുദ്ധ സമിതിയുടെയും ചെയർമാൻ കൂടിയായ, മൂവാറ്റുപുഴ ബിഷപ്പ് കൂടിയായ നമ്മുടെ ചെയർമാൻ യൂഹാനോൻ മാർ തിയോഡോഷ്യസ് പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അടുവച്ചാലിപ്പോഴും നമുക്കറിയാം, ദീർഘകാലം KCBC മദ്യവിരുദ്ധ സമിതി ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഒപ്പം മദ്യവിരുദ്ധ ഏകോപന സമിതിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അതേപോലെ മദ്യവിരുദ്ധ സമരങ്ങൾ, മദ്യവിരുദ്ധ പോരാട്ടങ്ങളിലെല്ലാം അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അറയ്ക്കലച്ചൻ മദ്യവിരുദ്ധ പോരാളിയാണ്. നമ്മുടെ ജോസഫ് ഷെറിലച്ചൻ മദ്യവിരുദ്ധ പോരാളിയാണ്. എല്ലാവരെയും ഒക്കെ എടുത്തു പറയാൻ പറ്റുന്ന ആളുകൾ ഈ വേദിയിലുള്ളത്. ശ്രീ പോണി CX നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയുണ്ട്, ജെയിംസ് കോർമൻ ഉണ്ട്. ഇതുപോലെയുള്ള ആളുകളെല്ലാം നമ്മോടൊപ്പം സിസ്റ്റേഴ്സ് ഉണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ വിവിധ രൂപതകളുടെ പ്രതിനിധികൾ മാത്രമാണ് നമ്മൾ പെട്ടെന്ന് സംഘടിപ്പിച്ചതുകൊണ്ട് വിവിധ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവരെല്ലാം ആദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. KCBC മദ്യവിരുദ്ധ സമിതിയിലെ അംഗങ്ങളെ, കേരള മദ്യവിരുദ്ധ ഏകോപന സമിതിയിലെ സ്നേഹിതരെ, വിഷയം എല്ലാവർക്കും അറിയാം. നാം ഇവിടെ കൂടിയിരിക്കുന്നത് മറ്റൊന്നിനുമല്ല, രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, നമ്മുടെ ശക്തമായ പ്രതിഷേധം ഗവൺമെന്റിനെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെയും അറിയിക്കുക. രണ്ട്, ഗവൺമെന്റും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പൂർണ്ണമായി പാലക്കാട് സ്ഥാപിക്കാൻ പോകുന്ന ബ്രൂവറി ആ സംസ്ഥാപനത്തിൽ നിന്ന് പിന്തിരിയുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ ശക്തമായി ഇതിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാകും. കേരളത്തിലെ 32 കത്തോലിക്ക രൂപതകളും അതോടൊപ്പം ജനകീയ മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളും കുടുംബങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഏതാണ്ട് 24 ഏക്കറാണ് പാലക്കാട് ഏറ്റെടുക്കുമെന്ന് പറയുന്നത്. 5 ലക്ഷം ലിറ്റർ മദ്യം ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കത്തക്ക രീതിയിലാണ് അത് ചിന്തിക്കുന്നതെന്ന് പറയുന്നു. 330 ദിവസവും വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്ലാന്റാണ് അവർ ക്രമീകരിക്കുന്നത്. ഇതാരോട് ചോദിച്ചു? ആരോട് ചർച്ച ചെയ്തു? IAS മുതിർന്ന ഉദ്യോഗസ്ഥയായ ആശാലതയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇങ്ങനെയൊരു സംരംഭം പാടില്ല എന്നാണ് പറയുന്നത്. വികസനം എന്ന് പറഞ്ഞാണ് എല്ലാ കാര്യത്തിലും തുടങ്ങുന്നത്. ഇത് വികസനമാണോ അതോ അവികസിത രാജ്യത്തിന്റെ അനുഭവങ്ങളിലേക്ക് നമ്മെ താഴ്ത്തിക്കൊണ്ടുപോകുകയാണോ എന്നുള്ളതാണ് ചോദ്യം. പാലക്കാട് എന്ന് പറയുന്നത് പ്രകൃതി രമണീയമായ കേരളത്തിന്റെ നെല്ലറയാണ്. സുന്ദരമായ ഒരു ഭൂപ്രദേശം,
അവിടെ ഈ സ്ഥാപനം വരുമെങ്കിൽ എന്താണ് സംഭവിക്കുക? അതുപോലെ സ്വാമി വിവേകാനന്ദ പറഞ്ഞതുപോലെയും ഈ കേരളം ഒരു ഭ്രാന്താലയമാണ് ആയി മാറുകയാണോ എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന് മറുചോദ്യമായി ഇപ്പോൾ ചോദിക്കേണ്ടി വരുന്നു, ഇതൊരു മദ്യശാലയാകുകയാണോ? പണം ഉണ്ടാക്കാൻ ഏത് മാർഗവും ഉപയോഗിക്കുന്നത് ശരിയല്ല, അത് ധാർമ്മികതയല്ല. കുടുംബം നശിപ്പിച്ചിട്ട്, യുവതീ യുവാക്കന്മാരെ നശിപ്പിച്ചിട്ട്, പ്രബുദ്ധരായ കേരള ജനതയെ നശിപ്പിച്ചിട്ട്, അവരുടെ ശാരീരികവും മാനസികവുമായ ബലങ്ങൾ ഇല്ലാതാക്കിയിട്ട് ഇവിടെ വികസനം എങ്ങനെ നടക്കണം? ഇവിടെ എന്തിനാണ് അങ്ങനെ ഒരു സാമ്പത്തിക ലാഭം? അതുകൊണ്ട് ബഹുമാന്യനായ ആദരണീയനായ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും ബന്ധപ്പെട്ടവരും പാലക്കാട് പ്രദേശത്തെ മക്കളുമൊക്കെ ഉറക്കെ ചിന്തിക്കണം. ഇത് നാടിന്റെ നന്മയോ അതോ തിന്മയോ? ഈ തിന്മയ്ക്ക് കൂട്ടു നിൽക്കണമോ? അതുകൊണ്ട് KCBCയും കേരള മദ്യവിരുദ്ധ ഏകോപന സമിതിയും ഒന്നിച്ച് പറയുകയാണ്, ഞങ്ങൾ പ്രതിഷേധിക്കും. ഇതില്ലാതാകുന്നത് വരെ ഞങ്ങൾ പ്രതിഷേധിക്കും. ഒരു ജ്വാലയായി ഞങ്ങൾ കത്തി ഉയരും. നിശ്ചയമായിട്ടും ഇത് കേരളത്തിലുടനീളം ഈ സമരത്തിന്റെ സമരാഗ്നി എത്തിച്ചേരും. അതുകൊണ്ട് താഴ്മയായിട്ട് വിനീതമായിട്ട് ബന്ധപ്പെട്ടവരോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, ഈ ഉദ്യമത്തിൽ പിന്മാറുക. അതല്ലാതെ വേറൊരു പോംവഴിയും ഇതിനില്ല. സമൂഹത്തെ നശിപ്പിക്കുന്ന, കുടുംബങ്ങളെ നശിപ്പിക്കുന്ന, യുവജനങ്ങളെ നശിപ്പിക്കുന്ന ഈ തിന്മപ്പെട്ട പ്രവൃത്തിയിൽ നിന്ന് ബന്ധപ്പെട്ടവർ ഒഴിയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരാഗ്നി ജ്വാല ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. പിതാവ് സമരജ്വാല ക്ഷണിച്ച് ശ്രീ പ്രസാദ് അവരിലേക്ക് ഇപ്പോൾ കൈമാറും. ഇവിടെ വരാനും ഈ സംഗമത്തിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ എനിക്ക് രാജ്യതാക്ഷ്യമുണ്ട്. ശാരീരികമായി പല ബന്ധങ്ങളുണ്ടെങ്കിലും ഇവിടെ എത്തിച്ചേരാൻ എനിക്ക് പ്രചോദനം നേടിയത് ആ ഒരു സംഗതിയാണ് എന്നെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് വാസ്തവത്തിൽ വലിയ ഒരു സമരമുഖം സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഗവൺമെൻറ് വാസ്തവത്തിൽ ജനങ്ങൾ മുഴുവൻ മർദ്ദത്തിൽ മുറ്റിക്കൊല്ലാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സർക്കാരാണ് നേരിടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാ മേഖലകളിലും മദ്യം മണിക്കാനുള്ള തീവ്രമായ ശ്രമമാണ് അവർ നടത്തുന്നത്. ആ പ്രദേശത്ത് കേരളത്തിൽ നിന്ന് ബവറേജ് കോർപ്പറേഷൻ മദ്യം വിതരണം ചെയ്യാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് അടുത്ത ദിവസം പത്രത്തിൽ വരികയുള്ളൂ. അവിടെയുള്ള പാവപ്പെട്ട ആളുകളെ കൂടി മദ്യത്തിന് അടിമപ്പെടുത്താനുള്ള തീവ്രമായ, പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിൽപ്പെട്ട അംഗങ്ങളാണ് അവിടെ 99%. അവരെയും കൂടി മദ്യത്തിന് അടിമപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി. അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ശക്തമായ ഒരു സമരം ഉണ്ടാക്കാൻ കഴിയാതെ ആവശ്യമാണ്. ത്യാഗങ്ങൾ സഹിക്കാൻ വേണ്ടി ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളതിലാണ് ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും സാധിക്കുന്നതല്ല. ഈ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് ഉറപ്പിച്ചിട്ടുള്ളത് ഒരുപാട് നുണകളുടെ ഘോഷമായിട്ടാണ് എന്നുള്ളത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ജല അതോറിറ്റി, വാട്ടർ അതോറിറ്റിയുടെ സമ്മതമുണ്ട് എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ സമ്മതമുണ്ട് ഇവരെല്ലാ ഘട്ടത്തിലും വാസ്തവത്തിൽ എങ്ങനെയെങ്കിലും ഈ രാജ്യത്തെ മക്കൾക്ക് മുഖ്യത്വം ശക്തമായിട്ടുള്ള ഒരു നമ്മുടെയൊക്കെ ഏറ്റവും ആഗ്രഹമായിട്ടുള്ള
മടങ്ങുവിൻ മടങ്ങുവിൻ ചെന്നു വീടല്ലേ മധ്യ നരകത്തി കടം വീട്ടാം രോഗം മാറ്റാം ആപത്തേതുമെന്നാൽ കരകയറാനാവില്ല മധ്യ കുഴിയിൽ വീണാൽ. എന്താ സംശയം? ഇവിടെ സർക്കാരിന്റെ നേതൃത്വത്തിൽ പോലും ചികിത്സാ ആശുപത്രികൾ അടങ്ങിയേക്കല്ലേ മദ്യപ്പെട്ടെങ്കിലും ഇത് കുറയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. മദ്യത്തിന്റെ സ്വഭാവം അറിയാവുന്ന എല്ലാവർക്കും അറിയാം, അത് കുടിക്കുന്തോറും പിന്നെ കുടിക്കും. മതി വരാത്ത ഒന്നാണ് മദ്യം. ഒരു ഗ്ലാസ് കുടിക്കും, പിന്നെയും കുടിക്കും, പിന്നെയും കുടിക്കും, പിന്നെ പോയി മൂത്രമൊഴിച്ചിട്ട് പിന്നെയും കുടിക്കുന്നു. മന്മ സാർ പറയും അതല്ല മദ്യത്തിന്റെ ശൈലി. ഇതറിയാവുന്ന ഭരണകൂടം എന്താ ചെയ്യുന്നത്? മുക്കിക്കൊല്ലണം. പിതാവ് പറഞ്ഞില്ലേ, വികസനം എന്നതിന്റെ അർത്ഥം അറിയില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും കാർഡ് എഴുതി അയക്കണം മുഖ്യമന്ത്രിക്ക്, വായിക്കാൻ സമയമില്ലെങ്കിലും. എന്താണ് അദ്ദേഹം? രണ്ട് കാര്യം ചുരുക്കിയോളം, വേറെ പലരും സംസാരിക്കാനുണ്ട്. രണ്ട് കാര്യം ഇവിടെ ഒച്ചയിൽ പറയുന്നുണ്ട്. ഒന്ന് തൊഴിൽ. എന്താ തൊഴിൽ എന്നൊന്ന് പറയും. ഞാനൊരു എക്കണോമിക്സ് കുറച്ച് പഠിച്ച ആളാണ്, എന്റെ ഡിഗ്രിക്ക് അതാണ് വിഷയം. തൊഴിൽ എന്ന് പറയുമ്പോ എന്തും തൊഴിലാണെങ്കിൽ പിടിച്ചു പറയുന്ന തൊഴിലാക്കണം, ബലാത്സംഗം ചെയ്യുന്നതും തൊഴിലാക്കണം, കൊലപാതകത്തിന് പോകുന്നതും തൊഴിലാക്കണം, കയ്യേറ്റക്കാരനും തൊഴിലാക്കണം, വരുമാനം കിട്ടുന്നതല്ലതൊക്കെ തൊഴിലാക്കണ്ടേ? ഇപ്പൊ ഞങ്ങളുടെ പ്രൊഫസർ എന്ന് പറയുമായിരുന്നു, എന്തും ചെയ്യുന്ന തൊഴിലല്ല, പിന്നെ എന്താ, എനിക്ക് ജീവിക്കാൻ വേണ്ടിയും അപരന് ദോഷം വരാതെയും എനിക്കും അപരനും നന്മ വരാൻ വേണ്ടിയും ചെയ്യുന്നതാണ് തൊഴില്. അല്ലാണ്ട് എന്ത് ചെയ്യുന്നതിനും തൊഴിലാണെന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മളൊക്കെ ഉറക്കെ പറയണം, മദ്യത്തിന്റെ പണിയൊരു തൊഴിലല്ല, അതിനകത്ത് സാമൂഹിക ദ്രോഹം ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് മന്ത്രിയെ അത് തൊഴിലല്ലെന്ന് ഉറക്കെ പറയണം. ആശയപരമായ ഒരു വെല്ലുവിളി നമ്മൾ ആശയപരമായി തന്നെ നടത്തണം. മറ്റൊന്നും കൂടി പറഞ്ഞു നിർത്താം. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ശ്രീനാരായണ ഗുരുദേവനെ കയറി പിടിച്ചിരുന്നു. വല്ലാത്ത പിടുത്തായിരുന്നു. ശിവഗിരിയിൽ പോയി പോലും സംസാരിച്ചു. പക്ഷെ അദ്ദേഹം ഒരു വലിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ ക്രിസ്ത്യൻസ് ഒക്കെ പറയും സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമെന്ന്. ഇവര് വിചാരിച്ചേക്കണ്ട കള്ളു കുടിച്ച് എല്ലാവരും ബോധം കെട്ടി കിടക്കാം, സ്വർഗത്തിൽ നിന്ന് ഓർത്തിട്ട് അവിടെ ഈ സാമാനം കൊണ്ടുവരാൻ പോകും. അവിടെ ശ്രീനാരായണ ഗുരുദേവൻ ഒരു വലിയ വാചകം പറഞ്ഞു. വാക്കുകൾ അധികമില്ല, പറഞ്ഞതിന് ഘനമുണ്ട്. എന്താണെന്നറിയാമോ? മദ്യം ഉണ്ടാക്കരുത്. 2, മദ്യം കൊടുക്കരുത്. 3, മദ്യം കഴിക്കരുത്. ശ്രീനാരായണ ഗുരുവിൻ നിന്നയല്ല ഈ കാണിക്കുന്നത്. എന്തുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞ ഉണ്ടാക്കരുതെന്ന്? ഉണ്ടാക്കിയ കൊടുക്കും. ഏത് ബിസിനസ്സുകാരന് താല്പര്യമുണ്ട്? ചായക്കടക്കാരൻ 10 വർഷം പുട്ടുണ്ടാക്കി വെച്ചാൽ എന്റെ ഈ പുട്ട് തിരിയണമെന്നാണ് ചായക്കടക്കാരന്റെ ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് മദ്യം ഉണ്ടാക്കിയാൽ മദ്യം കൊടുക്കണം. കൊടുക്കാതിരിക്കാൻ പറ്റും? കുഴിച്ചാളെ മൂടാനാണോ മദ്യം ഉണ്ടാക്കുന്നത്? അപ്പൊ കൊടുക്കണം. കൊടുത്താൽ എന്തിനാണ്? മേടിച്ചിട്ട് ഞാൻ കളയാൻ വേണ്ടിയിട്ടാണോ മദ്യം മേടിക്കുന്നത്? കുടിക്കാനാണ്. ഇത് 3 ആപത്താണ്, രാജ്യദ്രോഹമാണ് എന്ന് നമ്മൾ മാത്രം പറഞ്ഞതല്ല, തലയ്ക്ക് വെളിവില്ല എല്ലാ ഗുരുഭൂതന്മാരും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ശക്തി നമുക്കുണ്ടെന്ന് തിരിച്ചറിവോടുകൂടി നമ്മളെല്ലാവരും ആത്മാർത്ഥമായി കൈകൊണ്ടുവെങ്കിൽ ഭരണകൂടത്തിൽ തിരിച്ചു വരാതിരിക്കാൻ, തിരിയാതിരിക്കാൻ സാധ്യമല്ലെന്നുള്ള ഉത്തമമായ ആത്മബോധത്തോടുകൂടി എന്റെ വാർത്ത നിർത്തുന്നു. നമസ്കാരം. KCBC മദ്യവിരുദ്ധ സമിതി പ്രവർത്തകരെ, നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ. ആരെയും തലയും മുറുക്കി സുശക്തമായ അഴിമതി സർക്കാരിനെയും മദ്യ ലോബിയുടെ കൂത്താട്ടുകുളമായ ഈ സർക്കാരിനെ താഴെയിറക്കുവാൻ ശക്തി പ്രാപിച്ച് മനക്കരുത്താർജിച്ച് തീരുമാനമെടുത്ത് ഇന്ന് പാലക്കാട് നടത്താൻ പോകുന്ന ആ വലിയ സംരംഭം
സംരംഭത്തിനെതിരെ ഒരു കൊടുങ്കാറ്റായി കേരളത്തിന് KCBC മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തില് അഭിമന്യ പിതാവിന്റെ നേതൃത്വത്തില് ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ പോവുകയാണ്. ക്ഷമിക്കുമെന്ന് കത്തോലിക്ക സഭ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തു പറഞ്ഞു സഹോദരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ ഈ സഹോദരന്മാരെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്ന ഒന്ന് കണ്ടു നിൽക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഈ സംരംഭത്തിൽ നിന്ന് ഈ സർക്കാർ പിന്തിരിഞ്ഞ് പറ്റൂ. ഇനിയൊരു മദ്യ പെരുമഴ ഈ കേരളത്തില് ഞങ്ങൾക്ക് വേണ്ട ജീവിക്കാൻ വെമ്പല് കൊള്ളുന്ന സാധാരണക്കാരന്റെ കുടുംബങ്ങളില് മക്കള് അനാഥരാകുകയാണ്. അവര് സ്വബോധം നശിച്ചവരായി മാറുകയാണ്. അത് തിരിച്ചറിഞ്ഞ് ഈ സർക്കാർ ഈ മദ്യ വിൽപ്പനയെന്ന ഈ ലഹരി വിൽപ്പനയെന്ന ഈ രാസക്കച്ചവടത്തിൽ നിന്ന് അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ കാൽ പിടിച്ച് അപേക്ഷിക്കുകയാണ്. കേരളത്തില് ഇന്ന് അഭിമന്യ പിതാവ് കൊളുത്തിയെത്തി എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ ആളിക്കത്തുന്ന തീയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. പാലക്കാട്ടെ ബ്രൂവറി ഡിസ്റ്റിലറി അനുമതിക്കപ്പെട്ടു കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുടെ പണപ്പെട്ടിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. നിങ്ങൾക്കറിയാം, പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോടിക്കണക്കിന് രൂപ അവിടെ ചെലവഴിച്ച് 3ാം സ്ഥാനത്തേക്ക് വന്ന ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം. അതിൻ്റെ സാമ്പത്തിക സ്രോതസ് ഡൽഹിയിലെ ഈ വിവാദ കമ്പനിയായിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിരിക്കും. അതുമാത്രമല്ല, കേരളത്തിൽ അടുത്ത് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാമ്പത്തിക സമാഹരണം ഈ ഒരു കമ്പനിയെ ലാക്കാക്കി മാത്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ആരും അറിയാതെ വളരെ രഹസ്യമായി ഉദ്യോഗസ്ഥ തലത്തിൽ ഈ ഒരു കമ്പനിക്ക് മാത്രം ഒരു കൊട്ടേഷൻ വിളിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ ഒട്ടേറെ ഡിസ്റ്റിലറി കമ്പനികൾ ഇത് കോട്ട് ചെയ്യുമായിരുന്നു. ഈ ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് തന്നെ കൊടുക്കണമെന്നുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ വലിയ നിർബന്ധ ബുദ്ധിക്ക് മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു സംഭവം ഇതാരും അറിഞ്ഞിട്ടില്ല. പാലക്കാട്ടെ ഈ ചിറ്റൂർ താലൂക്കിലുള്ള എലപ്പള്ളി പഞ്ചായത്ത്, ആ പഞ്ചായത്ത് സമിതി പ്രമേയം പാസാക്കി ഇങ്ങനെ ഒരു സ്ഥാപനം, ഇങ്ങനെ ഒരു കമ്പനി ഇവിടെ ഈ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്ന ഈ ഒരു പഞ്ചായത്ത് വീണ്ടും ജല ഊറ്റിൽ നടത്തുന്ന തണ്ണീർത്തടങ്ങൾ പോലും വറ്റിവരണ്ടു പോകുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന ഇത്തരമൊരു വിവാദ കമ്പനി ഡിസ്റ്റിലറിയും ബ്രൂവറിയും ഇവിടെ വേണ്ട എന്ന് പഞ്ചായത്ത് സമിതി പാസാക്കി. ബഹുമാനപ്പെട്ട മന്ത്രി, ജലസേചന വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കണം. വാട്ടർ അതോറിറ്റി ഇതുപോലെയുള്ള ഒരു ഡിസ്റ്റിലറിക്കും ബ്രൂവറിക്കും ജലം നൽകുന്നതിനുള്ള തീരുമാനമുണ്ടായിട്ടുണ്ടോ എന്ന് കേരള ജനതയോട് ആർജവത്തോടുകൂടി പറയാൻ ജലസേചന വകുപ്പ് മന്ത്രി തയ്യാറാവും. അതാണ് പാലക്കാട് എലപ്പള്ളി പഞ്ചായത്തിൽ ഇപ്പോൾ പുതുതായി ഒരു വിവാദ കമ്പനി, ആ കമ്പനി പല സംസ്ഥാനങ്ങളിലും ഡൽഹിയിലൊക്കെ കരിമ്പട്ടികയിലുള്ള ഒരു കമ്പനി, ആ ഒരു കമ്പനിക്ക് തന്നെ ഈ ഒരു സ്ഥാപനം കൊടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിന്റെ പിന്നിലുള്ള അഴിമതി പുറത്തു കൊണ്ടുവരണം. ഇതേപ്പറ്റി അന്വേഷണം നടത്താൻ ഗവൺമെന്റ് ഏജൻസികൾ തയ്യാറാവണം എന്നുള്ളതാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾക്കെതിരെയുള്ളൊരു പോരാട്ടമാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടെ ധിക്കാരപരമായ ധാർഷ്ട്യപരമായ ഞങ്ങളുടെ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തന ശൈലി ഈ സംസ്ഥാനത്ത് വീണ്ടും ആവർത്തിക്കുകയും ഈ ഒരു ധർമ്മസമരം മഹാത്മാഗാന്ധിജി നമുക്ക് കാട്ടിത്തന്ന ആ ധർമ്മസമരത്തിന്റെ പാതയിൽ ഈ സമരം മുന്നോട്ട് പോകട്ടെ. മദ്യത്തിനെതിരെയുള്ളൊരു പോരാട്ടം കേരളത്തിൽ വിജയിക്കട്ടെ. അതുകൊണ്ട് പിതാവ് കൊളുത്തിയ ആ ദീപശിഖ കേരളത്തിലെമ്പാടും ആടിപ്പളരട്ടെ. ഈ മൂവ്മെന്റിന്, ഈ ഒരു സമര സമിതിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഈ മന്ത്രിസഭ വളരെ നിഗൂഢമായി
പാലക്കാട് എലപ്പുള്ളി ഒരു ബിവറേജ് സംവിധാനത്തിന് അനുവാദം കൊടുക്കുമ്പോൾ എനിക്ക് മുമ്പ് ശ്രീ കുരുള മാത്യൂസ് സൂചിപ്പിച്ച പോലെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഇതിന് പിന്നിലുണ്ട്. പ്രകൃതിസുന്ദരമായൊരു നാടാണ്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജലത്തിൻ്റെ പരിമിതി മൂലം ഈ ബ്രൂവറി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രദേശത്തിലെ പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തൊണ്ട കീറുമുട്ടുമാർ ഉച്ചത്തിൽ ആവശ്യപ്പെടുകയാണ് ഇത് ഇവിടെ സാധ്യമല്ല എന്ന്. കാരണം തങ്ങളുടെ പ്രദേശത്തെ ജനങ്ങളുടെ കുടിനീരിനെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. ജനങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്ന, ജനങ്ങൾ ഭരണമേൽപ്പിച്ചിരിക്കുന്ന ഭരണ നേതാക്കന്മാരുടെ ഉത്തരവാദിത്തമാണ് ജനക്ഷേമം. വൈദ്യുതിക്ക് ചാർജ് കൂട്ടുന്നു, നികുതി കൂട്ടുന്നു, പാവം ജനങ്ങളെ പിഴിഞ്ഞു. അത് ഉപകാരപ്രദമായ വികസനപ്രദമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സാധാരണക്കാരെ പിഴിയുന്നതെങ്കിൽ അവരതിന് തയ്യാറാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രതികരിക്കാൻ കിട്ടുന്ന സമയങ്ങൾ നമ്മൾ മണ്ടന്മാരാകരുത്. ശക്തമായിട്ട് പ്രതികരിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന അവസരം ശക്തമായിട്ട് വിനിയോഗിക്കും. ഇത്തരത്തിൽ ജനങ്ങളോട് യാതൊരു കടപ്പാടുമില്ലാത്ത, അങ്ങേയറ്റം നിരുത്തരവാദിത്തപരമായിട്ട്, അങ്ങേയറ്റം ജനദ്രോഹപരമായിട്ട് ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് തക്കതായ മറുപടി കൊടുക്കണം. തീർച്ചയായിട്ടും കേരള കത്തോലിക്ക സഭ ഈ സമരാജ്ഞിയുടെ മുന്നിൽ ശക്തമായിട്ട് തന്നെ നിൽക്കും. ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട്, ജനശക്തിക്ക് മുമ്പേ ഈ ഏകാധിപതിയുടെ കൊട്ടാരം, ഈ ഏകാധിപതിയുടെ അധികാരം ഇവിടെ ഇടിഞ്ഞു വീഴുമെന്ന് ശുഭാപ്തി വിശ്വാസം മാത്രം നിങ്ങളോട് പകർന്നു തന്നുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രസ്ഥാനത്തിൻ്റെ സന്നദ്ധ പ്രവർത്തകർ, മധ്യപ്രദേശ ഏകോപന സമിതിയുടെ പ്രവർത്തകർ ഒന്നിച്ചുകൂടി ലോകത്ത് ദേശത്ത് നടക്കാൻ പോകുന്ന വലിയൊരു യുദ്ധത്തിനെതിരെ ഒരു തിരിവട്ടവുമായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന അവസരത്തിൽ ബൈബിളിലെ എസ്തേറിന്റെ പുസ്തകത്തിൽ അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഇങ്ങനെ ഒരു അവസരത്തിൽ നീ മൗനം ദീക്ഷിച്ചാൽ ഞങ്ങൾക്കുള്ള രക്ഷ എവിടുന്നെങ്കിലും വരും, പക്ഷെ നീയും നിന്റെ പിതൃഭവനവും നശിക്കും. ഓർക്കണം പ്രിയപ്പെട്ടവരെ, കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ട വൃത്തികെട്ട ഒരു മുഖ്യമന്ത്രി ആരെ വിറ്റും എന്ത് വിറ്റും പണമുണ്ടാക്കണം. അങ്ങേർക്കും അങ്ങയുടെ കുടുംബത്തിനും അങ്ങയുടെ കൂടെ നിൽക്കുന്ന പാർട്ടിക്കാർക്കും ഇവരുടെയൊക്കെ ബോധം മറന്നുപോകും. യുവജനങ്ങള് ലഹരിയിൽ ആണ്ടുകിടക്കുന്ന ഈ കാലഘട്ടത്തിൽ സുലഭമായി മദ്യം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്താലും നാടിനോ നാട്ടുകാർക്കോ ഗുണമില്ല. മരിച്ചുപോയ വയനാട്ടുകാർക്ക് വേണ്ടി പിരിച്ചത് മുഴുവൻ അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചു. ഓരോ പ്രഭാതത്തിലും നമ്മൾ കേൾക്കുന്നത് മകൻ അമ്മയെ കൊന്നു, മകൻ അമ്മയെ കൊല്ലുന്നത് കണ്ടുവന്ന വല്യപ്പനെ കൊന്നു. ഒരുത്തൻ മയക്കുമരുന്നിന് അടിമപ്പെട്ട് ഒരു കുടുംബത്തിലെ 4 പേരെ വെട്ടി. ഇവിടെ മദ്യത്തിൽ മുങ്ങിക്കൊണ്ട് പാർട്ടിക്കാരാണെങ്കിൽ പോലും അതുപോലെ തന്നെ മറ്റുള്ള യുവമക്കൾ മുഴുവൻ ഈ ഒരു ആലസ്യത്തിൽ മുങ്ങിക്കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെ പണമുണ്ടാക്കാമെന്ന് മാത്രം വിചാരിക്കുന്ന ഒരു ഭരണകൂടം. വർഷങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് ഈ മനുഷ്യൻ കമ്മീഷൻ വാങ്ങിയിട്ടുണ്ട്. അയാൾ അത് നടത്തുമെന്ന് പറയുമ്പോ ഇതിനെ താലോലിക്കാൻ കുറെ ആൾക്കാർ, വിവേകം നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹത്തിന് മുമ്പിൽ നമ്മൾ പോരാടുമ്പോൾ നമ്മൾ ചെറിയൊരു കാര്യമല്ല ഏറ്റെടുത്തിരിക്കുന്നു. ഇതിന് ശക്തിയുക്തം നമ്മൾ പോരാടണം. തോളോട് തോൾ ചേർന്നുകൊണ്ട് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചില്ല എങ്കിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവരെ ദൈവവും നശിപ്പിക്കും. എന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, ആലയം നിങ്ങൾ തന്നെ. ഓർക്കണം പ്രിയപ്പെട്ടവരെ, കല്ല് വിറ്റ് ജീവിക്കുന്ന ഭരിക്കുന്ന ഒരു ഭരണകൂടം, അതിന് റാൻ മൂളുന്ന കുറെ ഗുണ്ടകള് അവരെ വളർത്തുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇവിടെ മാറുമ്പോൾ ഈ പോരാട്ടത്തിൽ നമ്മൾ മരിച്ചു വീണാക്കാം. എന്നാലും പ്രിയപ്പെട്ടവരെ, വരാനിരിക്കുന്ന തലമുറയ്ക്ക് നമ്മളൊരു അനുഗ്രഹമായിട്ട് മാറിയില്ലെങ്കിൽ
വരാനില്ല. ഇപ്പൊ തന്നെ യുവമക്കൾ മുഴുവൻ ലഹരിയുടെ പിടിയിൽ അമർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ KCBC മധ്യവർഗ സമിതിയും മധ്യവർഗ ഏകോപന സമിതിയും ഉണർന്നു ശോഭിക്കുമ്പോൾ ഇവരോടൊപ്പം ചേർന്നുകൊണ്ട് നമുക്കും ഈ സമരത്തിൽ അണിചേരാം. നമുക്കും ഇവരോടൊപ്പം ഭാഗമായിക്കൊണ്ട് തളർന്നിരിക്കാതെ നമുക്ക് ഉണർന്നു പ്രചോദിപ്പിക്കുവാൻ തമ്പുരാൻ ഇടവരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു കേൾക്കുന്ന സുഹൃത്തുക്കളെ, ഇവിടെ പാലക്കാട് നടത്തുവാൻ പോകുന്ന ബ്രൂവറിയെ പറ്റിയും മദ്യ ആസക്തി ജനങ്ങളിൽ ഉണ്ടാക്കാനുള്ള നടപടിയെ പറ്റിയുമെല്ലാം ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. പക്ഷേ ഇന്ന് നമ്മൾ ഭരിക്കുന്ന ഗവൺമെന്റിന് ഒരേ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. ഇവിടെ സത്യസന്ധരായ ഒരു വിഭാഗം ആളുകൾ പാടില്ല. അഴിമതി കൊണ്ട് കുറ്റവാളികളാകുന്ന ഒരു കൂട്ടം ആളുകളെയാണ് വേണ്ടത്. പാർട്ടിക്ക് വേണ്ടത് അത് മാത്രമാണ്. വിദ്യാസമ്പന്നനായ ഒരു വിഭാഗം ഉണ്ടായി കഴിഞ്ഞാൽ, അറിവ് കൂടുതലായി കഴിഞ്ഞാൽ അവരുടെ പാർട്ടിയുടെ നയങ്ങളിൽ നിന്നും മാറി ചിന്തിക്കേണ്ട ഒരു ഘട്ടമെത്തും. അതില്ലാതിരിക്കാൻ ഇവിടെ ഒരു സമൂഹം മുഴുവൻ എല്ലാവിധത്തിലുള്ള ഭവിഷ്യത്തുകളും നേരിടുന്ന ഒരു സമൂഹമാണ് വേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഗവൺമെന്റ് പോകുന്നത്. പക്ഷെ ഞാനൊന്ന് പറയുന്നു, 3.5 കോടി ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു വേദിയാണ് നാം ഈ കൂടിയിരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ ആളുകളും അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈ മധ്യവർഗ സമിതിക്കും അതുപോലുള്ള മറ്റ് സംഘടനകൾക്കുണ്ട്. അത് മാത്രം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഭാരത്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഇന്ന് ഈ സമരം ഇവിടെ നടത്താനായിട്ട് കാരണമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചാനൽ ചർച്ചകളിലൂടെ മറ്റും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഭരണം ചുക്കാൻ പിടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ ഒരേ ഒരു ചോദ്യം, വേണോ വേണ്ടയോ? ഇത് വേണമെന്ന് പറയുന്നത് ഏതു തരത്തിലുള്ള ആളുകളാണ്? വേണ്ട എന്ന് പറയുന്നത് ആരാണ്? സ്ത്രീകളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞങ്ങൾക്കിത് വേണ്ട. ഇതിൽ നിന്നുള്ള വരുമാനം വെച്ചിട്ടുള്ള പെൻഷൻ ഞങ്ങൾക്ക് വേണ്ട, ഇതിൽ നിന്നുള്ള യാതൊരു ആനുകൂല്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് തീർത്ത് പറയാനായിട്ട് സ്ത്രീകളായ നമുക്ക് സാധിക്കില്ലേ? സാധിക്കും. അപ്പം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം, ഇത് വിറ്റിട്ട് ഇപ്പം നമുക്കറിയാം ഓരോ പ്രാവശ്യവും പെൻഷൻ കൊടുക്കാൻ നേരത്ത് കടമെടുത്തിട്ടാണ് പെൻഷൻ കൊടുക്കുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും അങ്ങനെ ഇതൊക്കെ വരുന്നുണ്ട്. കടം ഇത്ര കോടി രൂപ എടുത്തു പെൻഷൻ കൊടുക്കാൻ വേണ്ടി, 2 മാസത്തെ പെൻഷൻ 3600 രൂപ പെൻഷൻ കൊടുക്കുന്നു എന്ന് പറയുമ്പം നമുക്കറിയാം രാജ്യത്തിൻ്റെ പോക്ക്, നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് കടത്തിൽ നിന്നും കടത്തിലേക്കാണ്. ഒരിക്കലും നമ്മൾ ഒരു നല്ല രീതിയിൽ നമുക്ക് നിവർന്നു നിൽക്കാൻ പറ്റുന്നില്ല. ജനിക്കാൻ പോകുന്ന കുഞ്ഞു പോലും ആ കടത്തിൻ്റെ ബാധ്യതയിലാണ് നിൽക്കുന്നത്. എൻ്റെ മകള് പ്രഗ്നൻ്റ് ആണ്, അവൾ പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞും ഈ നാളെ ഈ കടത്തിലേക്ക് അവളും ആ കുഞ്ഞും അതിൻ്റെ ഒരു അവകാശിയായിട്ട് വരികയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ കടമില്ലാതാവണമെങ്കിൽ തൊഴിലുണ്ടാവണമെങ്കിൽ നമ്മളെല്ലാവരും തൊഴിൽ ചെയ്യണം. ഈ റിമോട്ടും വെച്ച് അതുപോലെ തന്നെ വാട്സപ്പിലും തോണ്ടിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തൊഴിലുണ്ടാവില്ല. എന്ത് തൊഴിൽ ചെയ്താലും, സത്യസന്ധമായിട്ട് ഏത് തൊഴിൽ ചെയ്താലും നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ നാടിനെ നശിപ്പിക്കുന്ന ഇതുപോലുള്ള സ്ഥാപനങ്ങളെല്ലാം അടച്ചു തന്നെ പൂട്ടണം. അതിനൊരു തരത്തിലും അനുമതി കൊടുക്കരുതെന്ന് ഐക്യകണ്ഠ്യമായിട്ട് നമുക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നിവിടെ തിരിതെളിച്ച ഈ ആഹ്വാനം മുന്നോട്ട് പോകുവാനായിട്ടുള്ള എല്ലാവിധ ഐക്യം ഞങ്ങളുടെ ഭാഗത്തുനിന്ന്, സ്ത്രീകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ മധ്യനിർവഹണ സമിതിയുടെ നേതാക്കളെ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ കേരളത്തിൽ മൊത്തം കുടിയന്മാരെ സൃഷ്ടിക്കാനുള്ള, അതുപോലെ ക്രിമിനലുകളെ ശിക്ഷിക്കാനുള്ള തന്ത്രപ്പാടിലാണ്. അത് ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. ഇവിടെ സപ്ലൈകോയിൽ സാധനങ്ങളില്ല, ഭക്ഷ്യസാധനങ്ങളില്ല, റേഷൻ കടയിൽ സാധനങ്ങളില്ല, ഒന്നുമില്ല. മകൻ അമ്മയെ കൊല്ലുന്നു. അതെങ്ങനെ ക്രൂരമായിട്ട് ഉളി വെച്ച് കണ്ണ് കുത്തി, വളരെ നമുക്ക് കേൾക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ നാട്ടിൽ ചോദിക്കുമ്പോൾ ഇവരൊക്കെ നല്ല മക്കളായിരുന്നു. പക്ഷെ മദ്യവും ചെന്ന് കഴിയുമ്പോൾ ഇത്ര വലിയ ക്രൂരത ഇവരിൽ എങ്ങനെ ഉണ്ടാവുന്നു? കാരണം ക്രിമിനലുകളെ സംഭരിച്ചുകൊണ്ടും കൊലപാതകളെ സംഭരിച്ചുകൊണ്ടും ഈ നാട്
ഭരിച്ച് മുടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു ഈ കേരളം ഭരിച്ച് മുടിപ്പിച്ച് പിണറായി വിജയൻ അത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ഈ ജനങ്ങളെ മുഴുവനായിട്ട് കൊള്ളയടിച്ചുകൊണ്ട് കൊലപാതകം ചെയ്തുകൊണ്ട് ഭരിച്ചു പിടിപ്പിച്ച ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു രാജ്യത്തും കാണുന്നു. ഇതുപോലത്തെ സർക്കാരിന്റെ വളരെയധികമുള്ള പ്രോത്സാഹനവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ സമരങ്ങൾ നടത്തുമെന്നും അതുപോലെ ഇവിടെ നടത്തിയിട്ടുള്ള ഈ സമരത്തിന് ശക്തി കൊണ്ട് തന്നെ ഈ സർക്കാരിനെ കട പറിച്ച് എറിയും ഈ ജനങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും അതുപോലെ ഇനിയും പല സ്ഥലങ്ങളിലും ശക്തമായ സമരങ്ങൾ തുടർന്നുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ വിപ്ലവാഭിവാദ്യങ്ങൾ. ഞാൻ പറയാൻ പോകുന്നു, പാലക്കാടിനെ പറ്റി നമ്മൾ കാര്യമായി എല്ലാവരും ചർച്ച ചെയ്ത് കൂടുതലായിട്ടൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയുന്നു, പിണറായി സർക്കാരിൻ്റെ ഒരാശയമെന്ന് പറയുന്നത് കേരളം ഒരു മദ്യശാലയാക്കി മാറ്റണം, വ്യവസായമല്ല. ഞങ്ങൾക്ക് മദ്യശാലകളെ കൊണ്ട് നടിപ്പിച്ച ഇവിടുത്തെ പിൻതലമുറക്കാരെ നശിപ്പിച്ചുകൊണ്ട് അവരെ കുടിപ്പിച്ച് ഇതിനു മുമ്പ് പറഞ്ഞ മദ്യം കുടിക്കുന്തോറും വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു പ്രേരണയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കാപ്പി കുടിച്ചാൽ 1-2 ഗ്ലാസ് കുടിച്ച് നിൽക്കും. പക്ഷെ മദ്യം കുടിക്കുന്തോറും കുടിച്ച് അവനെ മദ്യസക്തരാക്കി, അവനെ അടിമയാക്കി, അവരുടെ കുടുംബത്തെ നശിപ്പിച്ച്, അവരുടെ നാടിനെ നശിപ്പിച്ച് അക്രമവും അതിക്രമവും മോഷണവും ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ കേരളത്തെ കുട്ടിച്ചോറാക്കിക്കൊണ്ട് ഈ മന്ത്രിസഭയെ എങ്ങനെയെങ്കിലും കേരളം എനിക്ക് ഒരു മദ്യശാലിയാക്കി മാറ്റണമെന്നുള്ള പ്രതിബദ്ധതയോടെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ ഇടതുപക്ഷ മുന്നണി എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിന്ന് ഒഴിയാതെ നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ പറയാം. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ സംരംഭത്തെ ശക്തിയുക്തം എതിർത്തുകൊണ്ട് ഇതിനെതിരെ ശബ്ദമുയർത്തുകയും ഇത് എത്രയും പെട്ടെന്ന് പൂട്ടിക്കുവാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ കേൾക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു സമരം വളരെ ശക്തമായിട്ട് ആരംഭിക്കണം. എല്ലാ പ്രദേശങ്ങളിലും സമരം സംഘടിപ്പിക്കണം. മദ്യവിരുദ്ധ സംഘടനകൾ എല്ലാ പ്രദേശത്തുമുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെ സമരം സംഘടിപ്പിക്കണം. ഈ ഗവൺമെൻറ്റിൻ്റെ ഈ വിദേശ മദ്യ നിർമ്മാണ യൂണിറ്റ് ഇല്ലായ്മ ചെയ്യണം. ഇതിപ്പോൾ നടപ്പാക്കാൻ പോകുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഗവൺമെൻറ്റിന് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഒപ്പം അവരുടെ പാർട്ടിക്കാർക്കും പണം ഉണ്ടാക്കണം. അടുത്ത തന്നെ പഞ്ചായത്ത് ഇലക്ഷനാണ്. അത് കഴിഞ്ഞ ഒരു 6 മാസം 7 മാസം കഴിഞ്ഞ നിയമസഭ ഇലക്ഷനാണ്. ഈ ഡിസ്റ്റിലറി ഇവിടെ ഉയർന്നു വന്നാൽ മദ്യ മുതലാളിമാർ ഈ സർക്കാരിനും ഈ പാർട്ടിക്കും നല്ലൊരു എമൗണ്ട് കൊടുക്കും. അതുറപ്പാ. അങ്ങനെയാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. നമ്മുടെ മരിച്ചുപോയ സിനിമാ നടിയും ഇന്നസെന്റൊക്കെ എന്താ പറഞ്ഞത്? മദ്യത്തെക്കുറിച്ച് നുണയാണ് പറയുന്നത്. ഈ സർക്കാർ മദ്യവർജനമാണ്. എന്നിട്ട് എവിടെയാ മദ്യവർജനം നടത്തിയത്? ഇവര് മുട്ടിന് മദ്യഷാപ്പ് നിർമ്മിക്കുക അവർ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു ഉമ്മാനെ അടുത്ത വീട്ടിൽ നിന്ന് കത്തി മേടിച്ച് വെട്ടി നുറുക്കിയില്ലേ? അവൻ മദ്യത്തിനും മയക്കുമരുന്നിനും വളരെ വീര്യം കൂടിയ മറ്റു ലഹരിക്കും അടിമയാണ്. അവനെ ചികിത്സിക്കാൻ ബാംഗ്ലൂർ വിട്ട് തിരിച്ചു വന്ന് കുറച്ച് ദിവസമൊക്കെ നന്നായി നടന്നു. എന്താ സംഭവിച്ചത്? ആ ഉമ്മാനെ വെട്ടിക്കൊന്ന്. ആ ഉമ്മ ബ്രെയിൻ ട്യൂമറാർന്ന് വെച്ച് മകളുടെ അനിയത്തിന്റെ വീട്ടിൽ പോയി താമസിക്കുകയാണ്. അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് ആ പയ്യൻ ആ ഉമ്മാനെ കൊന്നു. പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് അവൻ മറുപടി കൊടുത്തു. എന്താ ഇങ്ങനെ ചെയ്യാൻ കാര്യം? എനിക്ക് ജന്മം നൽകിയത് കൊണ്ടാണെന്ന്. കേട്ടില്ലേ? എനിക്ക് ജന്മം നൽകിയത് കൊണ്ടാണ് ഞാനിത് ചെയ്തതെന്ന്. അപ്പോൾ നമ്മൾ എവിടെ ചെന്ന് നിൽക്കുന്നു? മാതാപിതാക്കൾ നിങ്ങൾ ചിന്തിക്കണം. ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കണം. ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് നാം വോട്ട് ചെയ്യുമ്പോൾ അത് മാന്യതയും സംസ്കാരവും നീതിയും ജനാധിപത്യവും ഈ നാട്ടിൽ
പാർട്ടിയിലേക്ക് വരേണ്ടത്. അല്ലാതെ ഞാൻ എന്റെ പാർട്ടിയുടെ ആളാണ്, അതുകൊണ്ട് ഞാൻ സ്ഥിരം അവർക്ക് തന്നെ ചെയ്യുള്ളൂ. കുറെ അന്തം കമ്മികളെന്ന് ഞാൻ വിളിക്കും അവന്മാരെ. ജനാധികാരമുള്ള ഗവൺമെന്റ്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഗവൺമെന്റ്, തൊഴിലാളി വർഗത്തിന്റെ ഗവൺമെന്റ്. എന്തു തൊഴിലാളി വർഗമാണ് ഇവര്? ഈ തൊഴിൽ ചെയ്യാൻ പറ്റുമോ? ഈ തൊഴിലാളികൾക്ക് മദ്യം കുടിച്ച് കൈയും കാലും വിറച്ച് പണിക്കും പോകില്ല. ശനിയാഴ്ച പൈസ മേടിച്ചുകൊണ്ട് വന്നാൽ ഞായറും തിങ്കളും വെള്ളമൊടിച്ച് അവിടെ കിടക്കും. അതുകൊണ്ടാണ് ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്യണം. അറിയാമോ? ഇത് വെറുതെ പറയണമെന്നല്ല. ഞാനൊക്കെ തൊഴിൽ ഇന്ന് ഉച്ചവരം പണി ചെയ്തിട്ടാ വന്നേക്കണം. ഉച്ചവരം പണി ചെയ്തിട്ടാ ഇവിടെ വന്നേക്കണത്. എല്ലാ ബംഗാളികളാണ് പണി ചെയ്യുന്നത്. എന്താ നമ്മുടെ നാട്ടുകാരൊക്കെ ശനിയാഴ്ച തിങ്കളാഴ്ച വരും, തിങ്കളാഴ്ച വരൂല്ല, ചൊവ്വാഴ്ച വരും, ബുധനാഴ്ച പറ്റി കിട്ടും, ആ പറ്റും മേടിച്ച് പോയി കുടിക്കും. പിന്നെ വ്യാഴാഴ്ച വരില്ല, വെള്ളിയാഴ്ച വന്നെങ്കിൽ വന്ന്, പിന്നെ ശനിയാഴ്ച വരും, തിങ്കളാഴ്ച വരില്ല. തൊഴിൽ നടക്കുമോ? എവിടെയെങ്കിലും തൊഴിൽ ചെയ്യാൻ പറ്റുമോ? മുതലാളിമാര് നമ്മളെ ചീത്ത വിളിക്കും, പണിക്കൊന്നില്ലെന്നും പറഞ്ഞ്. ഇനി ഞാനിവിടെ വന്നപ്പോൾ സാറിനെ പഴങ്ങാന്ന് വെച്ച് പണി ചെയ്യാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞു. അവൻ ഇത് പോകും, മദ്യത്തിന്റെ കാര്യമായിട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോ ഇതാണ് അവസ്ഥ. ബംഗാളികളും മറ്റ് സംസ്ഥാനക്കാരും ഒക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യാനുള്ള കാരണം എന്താ? ഈ കുടിച്ച് നമ്മുടെ തൊഴിലാളികളെല്ലാം തൊഴിലില്ലാതെ പോയി, തൊഴിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എന്നിട്ടെന്താ ഇവര് പറയണ? ഞങ്ങൾ തൊഴിലാളികളുടെ ഗവൺമെന്റാണ്, തൊഴിലാളികളുടെ പാർട്ടിയാണ്. ആയിരുന്നു, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പണ്ടൊക്കെ ഈ പാർട്ടി തൊഴിലാളികളുടെ പാർട്ടിയായിരുന്നു, പാവപ്പെട്ടവന്റെ പാർട്ടിയായിരുന്നു. പരിപ്പുവടയും കട്ടൻ ബീഡിയും കട്ടൻ ചായയും കുടിച്ച് പണിതുയർത്തിയാൽ ഈ പാർട്ടി ഇന്ന് എവിടെ നിൽക്കുന്നു? സ്വർണ്ണ ബിസ്കറ്റിന്റെ മുകളിൽ നിൽക്കുന്നു, സ്വർണ്ണ ബിരിയാണിയുടെ മുകളിൽ നിൽക്കുന്നു. കട്ടൻ ചായക്ക് ബദലി സ്വർണ്ണ ചായ കുടിക്കുന്ന ആലവലാതി പാർട്ടിയുടെ ഗവൺമെന്റ് എന്ന് ഞാൻ പറയും. ഈ പാർട്ടിയെ നിലം പരിശാക്കണം, ഈ ഗവൺമെന്റിനെ വലിച്ചെറിയണം. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഈ ഗവൺമെന്റിനെതിരായിട്ട്, ഈ നിർമ്മാണ യൂണിറ്റിനെതിരായിട്ട് ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനാധിപത്യത്തെ പിടിച്ചുയർത്താൻ, ശിരസുയർത്തിപ്പിടിച്ചു നിർത്താനായിട്ട് നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ്. നമ്മൾ യുവജനങ്ങളെ ഇന്ന് വിളിച്ച് മദ്യം പിടിക്കുന്ന യുവജനങ്ങളോട് ചോദിച്ചാൽ അവർ പറയുന്നത് ഇപ്രകാരമായിരിക്കും. ആദ്യം പഠിച്ചത് തറ, പിന്നെങ്ങനെ നന്നകന പറ, എങ്ങനെ നന്നകന. ആദ്യം പഠിച്ചത് തറ, പിന്നെങ്ങനെ നന്നകന പറ, എങ്ങനെ നന്നകന. കണ്ടു വളർന്നത് കുപ്പി, കൊണ്ടു നടന്നതെൻ്റപ്പൻ, പിന്നെങ്ങനെ നന്നകന പറ, എങ്ങനെ നന്നകന. കണ്ടു വളർന്നത് കുപ്പി, കൊണ്ടു നടന്നതെൻ്റപ്പൻ, പിന്നെങ്ങനെ നന്നകന പറ, എങ്ങനെ നന്നകന. ടീച്ചർ വരച്ചത് മുട്ട, കുട്ടിയടിച്ചത് പട്ട, പിന്നെങ്ങനെ നന്നകന പറ, എങ്ങനെ നന്നകന. എങ്ങനെ നന്നകന പറ, എങ്ങനെ നന്നകന. നാട്ടിൽ ചീത്ത പേരുണ്ട്, കൂട്ടിന് 4 പേരുണ്ട്, പിന്നെങ്ങനെ നന്നകന പറ, എങ്ങനെ നന്നകന. എങ്ങനെ നന്നകന പറ, എങ്ങനെ നന്നകന. ആദ്യം പഠിച്ചത് തറ, പിന്നെങ്ങനെ നന്നകന പറ, എങ്ങനെ നന്നകന. മദ്യവിരുദ്ധ പ്രവർത്തകരെ, എന്തായാലും നമ്മുടെ സമരം ഒരു വിജയപഥത്തിലേക്കാണ് നീങ്ങുന്നത്. ഞാനിപ്പോൾ അല്പസമയം മുമ്പ് പുറത്തു മാറി നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ചാനൽ വാർത്തകളൊന്ന് കേട്ടു നോക്കി. ചാനൽ വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ അതിനകത്ത് ബ്രേക്കിംഗ് ന്യൂസായിട്ട് പോകുന്നത് സംസ്ഥാനം ഭരിക്കുന്ന CPMൻ്റെ പാർട്ടിയിൽ തന്നെ പാലക്കാട് ബ്രൂവറിയെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാണ് എന്നുള്ള നല്ല ശുഭസൂചനമായ ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ സർക്കാരിൽ മുഖ്യ ഘടകകക്ഷിയായ CPI ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം പാലക്കാടിലെ ബ്രൂവറി അനുമതി നൽകിയതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ്. അതുകൊണ്ട് എന്തായാലും KCBC മദ്യവിരുദ്ധ സമിതിയും കേരള മദ്യവിരുദ്ധ ഏകോപന സമിതിയും നടത്തിപ്പോരുന്ന ഈ സമരം വിജയം കാണും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഇവിടെ സംസാരിച്ച നമ്മുടെ മദ്യവിരുദ്ധ സമിതിയുടെയും മദ്യ ലഹരി വിരുദ്ധ സംഘടനകളുടെ നേതാക്കന്മാരൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിൻ്റെ ദോഷങ്ങളൊക്കെ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി.
ആയതിനാൽ വരും കാലഘട്ടങ്ങളിൽ ഇനിയും നമ്മൾ ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട സാഹചര്യം വന്നാൽ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രതിഷേധ സമിതിയുടെ ചെയർമാൻ അഭിമന്യ പിതാവിന് ഈ യോഗത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നിരവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള കേരള മധ്യവർഗ ഏകോപന സമിതിയുടെ സംസ്ഥാന ചെയർമാൻ ജസ്റ്റിസ് പി കെ ഷംസുൻ സാറിന് ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ എല്ലാവരുടെയും പേരുകൾ പറയുവാൻ ബുദ്ധിമുട്ടുണ്ട്, ഒത്തിരി പേരുകളുണ്ട്. എല്ലാവരും സ്റ്റേജിലും സദസ്സിലിരിക്കുന്നവരൊക്കെ ഈ രംഗത്ത് വളരെ സജീവമായി നേതൃത്വം വഹിക്കുന്നവരാണ്. KCBC മധ്യവർഗ സമിതിയുടെയും കേരള മധ്യവർഗ ഏകോപന സമിതിയുടെ നേതാക്കന്മാരായ അഡ്വക്കേറ്റ് ചാർലി പോൾ, ശ്രീ പ്രസാദ് കുരുവിള, അതുപോലെ തന്നെ ശ്രീ എക്സ് ബോണി, ശ്രീമതി ജെസി ഷാജി, അതുപോലെ തന്നെ ഒട്ടനവധി നേതാക്കളും ഈ വേദിയിൽ സദസ്യമായിട്ടുണ്ട്. ഈ സമരത്തിനും ഈ പ്രതിഷേധ ജാലയിലും സജീവമായി പങ്കെടുത്ത ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട വൈദികർ, ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.